40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നുകൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാഴ്ചകൾ തുറന്നു കാണിക്കും. ചിലപ്പോൾ ഒരു ചെറിയ പ്രത്യാശയായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ അടയാളമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ തുറന്നു തരുന്ന ചെറിയ സാധ്യതകളായിരിക്കാം. അപ്പോൾ നമ്മുടെ ഹൃദയം ഉടനെ തന്നെ അതിലേക്ക് ഇറങ്ങി ഓടാൻ വേണ്ടി തുടങ്ങും. ഇതാ സമയം വന്നുപോയി, ഇന്ന് ഞാൻ തീരുമാനമെടുക്കാം, ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ നാം വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഇന്നത്തെ വചനം നമ്മെ വളരെ ആഴമുള്ളൊരു സത്യമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കിളിവാതിൽ തുറന്നതുകൊണ്ട് വാതിൽ തുറന്നു എന്ന് അർത്ഥമില്ല. ദൈവം ചിലപ്പോൾ കാഴ്ച കാണിക്കും, പക്ഷെ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയം അവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോഹയുടെ കാലത്ത് ഭൂമിയിൽ വലിയൊരു പ്രളയം വന്നു. മഴ പെയ്തു, വെള്ളം പൊങ്ങി, മലകളും താഴ്വരകളും പട്ടണങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി. ജീവൻ ബാക്കി ഉണ്ടായിരുന്നത് പെട്ടകത്തിനുള്ളിൽ മാത്രമാണ്. നോഹയും കുടുംബവും മൃഗങ്ങളും ആ പെട്ടകത്തിനുള്ളിലായി. മഴ നിന്നു, പക്ഷെ വെള്ളം ഉടനെ വറ്റിയില്ല. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നോഹയ്ക്ക് അറിയത്തില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, കാത്തിരിപ്പുകൾ നീണ്ടു. അപ്പോൾ നോഹ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. ആ മലങ്കാക്ക പുറപ്പെട്ടു. ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ അത് പോയും വന്നുകൊണ്ടിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നോഹ തുറന്നത് കിളിവാതിലായിരുന്നു, പക്ഷെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നില്ല. അവൻ പുറത്തേക്ക് ഓടിപ്പോയില്ല. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും തീരുമാനിച്ചില്ല. അവൻ കാത്തിരുന്നു. കാരണം പെട്ടകത്തിൽ കയറ്റിയത് ദൈവമാണ്. പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ട സമയവും ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെതായിരുന്നു. ഇവിടെ മറിഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മം ഇന്ന് ഞാൻ നിങ്ങളോട് പറയും. കിളിവാതിൽ കാഴ്ചയ്ക്കാണ്, എന്നാൽ വാതിൽ പ്രവേശനത്തിനാണ്. കിളിവാതിൽ തുറന്നാൽ പുറത്തുള്ള സ്ഥിതികളെ കാണാം, പക്ഷെ വാതിൽ തുറക്കുന്നത് യാത്ര തുടങ്ങാനുള്ള അടയാളമാണ്. നോഹയ്ക്ക് ഇവിടെ കിളിവാതിലൂടെ കാഴ്ച ലഭിച്ചു, പക്ഷേ പുറത്തേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചില്ല. നോഹയ്ക്ക് സൂചന ലഭിച്ചു, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായില്ല. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. ദൈവം ചിലപ്പോൾ ചെറിയ കിളിവാതിലുകൾ നമ്മുടെ നേരെ തുറക്കും, ചെറിയ അവസരങ്ങൾ കാണിക്കും, ചെറിയ വാർത്തകൾ കേൾപ്പിക്കും, ചെറിയ ചെറിയ പ്രത്യാശകൾ നൽകും. പക്ഷേ അതുകൊണ്ട് ഉടനെ ഇറങ്ങി പുറത്തേക്ക് ചാടരുത്, ഇറങ്ങി ഓടരുത്. ദൈവം കാഴ്ച കൊടുക്കുന്നതും ദൈവം വാതിൽ തുറക്കുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സൂചനയെ, ദൈവത്തിന്റെ സമയമെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരു ചെറിയ അവസരം വന്നാൽ ഉടനെ എടുത്ത് ചാടരുത്. ഒരു ചെറിയ വാതിൽ തുറന്നത് പോലെ തോന്നിയാൽ ഉടനെ തീരുമാനവും എടുക്കരുത്. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കും. പക്ഷേ നോഹ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ക്ഷമയാണ്, കാത്തിരിപ്പാണ്, നല്ല വിവേകമാണ്. നോഹയ്ക്ക് പുറത്തു